നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകണമെന്ന മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി. പഠാൻകോട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പാഠം പഠിച്ചിട്ടില്ലെന്നും AK ആന്റണി. സൗമ്യ വധക്കേസിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി ഈ ആഴ്ച തന്നെ നൽകുമെന്ന് മന്ത്രി AK ബാലൻ. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും ആവശ്യപ്പെടുമെന്ന് മന്ത്രി. റാന്നി ഐത്തല മേഖലയിൽ മണ്ണ് കടത്ത് വ്യാപകമാകുന്നു. പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് മണ്ണ് റോഡിൽ ഉപേക്ഷിച്ച് മണ്ണ് മാഫിയ രക്ഷപ്പെട്ടു. അങ്ങാടി പേട്ട ചന്തയുടെ അവസ്ഥ പരമദയനീയം. അധികൃതരുടെ അവഗണന തുടരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു. മുറിയിലുണ്ടായ ഭീകരാക്രമണം ഗുരുതരമായ സുരക്ഷാ പാളിച്ചയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകണം. പഠാൻകോട്ടിലെ ആക്രമണത്തിൽ നിന്ന് സർക്കാർ പാഠം പഠിച്ചിട്ടില്ലെന്നും AK ആന്റണി പറഞ്ഞു. കാശ്മീരിലെ ഉറിയിൽ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു AK ആന്റണിയുടെ പ്രതികരണം. സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാർ ഈ ആഴ്ച തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് നിയമമന്ത്രി AK ബാലൻ പറഞ്ഞു. ഇതനുസരിച്ച് അറ്റോർണി ജനറൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ അപേക്ഷ നൽകും. റിവ്യൂ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറൽ മുകുൾ റോത്ഗിയുമായി ചർച്ച നടത്തി. അറ്റോർണി ജനറൽ തന്നെ കോടതിയിൽ റിവ്യൂ ഹർജി സമർപ്പിക്കും. ഗോവിന്ദ് ചമ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി AK ബാലൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 944777 65036. വാർത്തകൾ തുടരുന്നു. റാന്നി ഐത്തല മേഖലയിൽ മണ്ണുകടത്ത് വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഐത്തല റോഡിൽ പാറമേൽപ്പടിയിൽ പോലീസ് പിന്തുടരുന്നുവെന്ന് കരുതി മണ്ണ് മാഫിയ മണ്ണ് വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. കേരളത്തിൽ കണ്ണും പൂട്ടി കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മണ്ണ് മണൽ കടത്ത്. ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണ്ണ് മാഫിയകൾ മണ്ണ് കടത്തുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നതിലൂടെ ഭൂപ്രകൃതി തന്നെയാണ് അപ്പാടെ മാറുന്നത്. റാന്നി ഐത്തല മേഖലയിൽ മണ്ണ് മാഫിയ സജീവമാണ്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ നൈറ്റ് പെട്രോളിങ്ങിനെ തുടർന്ന് മണ്ണ് മാഫിയ കടത്തിക്കൊണ്ടുവരികയായിരുന്ന മണ്ണ് റോഡരികിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഐത്തല പാറമേൽ റോഡിലാണ് സംഭവം. പോലീസ് പിന്തുടരുന്നുവെന്ന് കരുതിയാണ് മണ്ണ് റോഡ് സൈഡിൽ ഉപേക്ഷിച്ചത്. പോലീസ് തടഞ്ഞാൽ തന്നെ വണ്ടി നിർത്താതെ ഓടിച്ച് പിന്നീട് അത് വഴിയരികിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ് മാഫിയയുടെ പതിവ്. വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഇത്തരം മാഫിയകളെ നിയന്ത്രിക്കാൻ പോലീസും പൊതുജനവും ജാഗ്രതയോടെ പ്രവർത്തിക്കണം. സിറ്റി ന്യൂസ്, റാന്നി. അങ്ങാടി പേട്ട ചന്തയുടെ ദുരവസ്ഥ മൂലം ബുദ്ധിമുട്ടുകയാണ് കച്ചവടക്കാരും പൊതുജനങ്ങളും. പരമദയനീയമായ ഈ അവസ്ഥയിൽ നിന്നും ചന്തയെ രക്ഷപ്പെടുത്താൻ യാതൊരുവിധ ശ്രമങ്ങളും ഉണ്ടാകുന്നില്ല. റാന്നി അങ്ങാടി പേട്ട ചന്തയുടെ അവസ്ഥ പരമദയനീയമാണ്. റാന്നിയിലെ ഒരു പ്രമുഖ മത്സ്യ പച്ചക്കറി വിപണന കേന്ദ്രം കൂടിയാണിത്. ഈ ചന്തയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതാണ് ഒരു പ്രധാന പ്രശ്നം. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇവിടെയില്ല. ഇവിടെ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ചന്തയുടെ സ്ഥലം വാഹനങ്ങൾ കയറി ഇറങ്ങി ചെളിക്കുണ്ടായി മാറിയ അവസ്ഥയിലുമാണ്. എന്നാൽ അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് ടെസ്റ്റിന് ഒക്ടോബർ 15 വരെ അപ്രന്റീസ്ഷിപ്പ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ 31 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0468 2258 710 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്.
അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. റാന്നി അങ്ങാടി പാലത്തിൽ കൂടിയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമാവുകയാണ്. ഈ പാലത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. റാന്നി ടൗണിനെയും അങ്ങാടി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായപ്പോഴാണ് പഴയ പാലത്തിന് സമീപം പുതിയ ഒരു പാലം കൂടി ഇവിടെ പണിതത്. ഈ രണ്ട് പാലത്തിന്റെയും ഇടയിലും ഇരുവശങ്ങളിലും കാടുകൾ വളർന്നു നിൽക്കുകയാണ്. ഈ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾക്കിടയിൽ ഇഴജന്തുക്കൾ കാണുമെന്ന ഭീതിയിലാണ് കാൽനട യാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത്. പാലത്തിന്റെ കൈവരികളും തകർന്ന അവസ്ഥയിലാണ്. പാലത്തിന്റെ ഈ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. സിറ്റി ന്യൂസ്, റാന്നി. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2015-2016 അധ്യയന വർഷം 4-7 ക്ലാസുകളിൽ വിജയിച്ച് എല്ലാ വിഷയങ്ങൾക്കും C+ൽ കുറയാത്ത ഗ്രേഡ് നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും ഉയർന്ന ഗ്രേഡ് ലഭിച്ചവർക്കായിരിക്കും മുൻഗണന. രക്ഷകർത്താവിന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പരീക്ഷയിൽ നേടിയ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം അപേക്ഷിക്കുക. അവസാന തീയതി സെപ്റ്റംബർ 30. ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പൽ പട്ടികജാതി ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0468 23 22 712. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുത്തിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. ഐത്തല മീൻമുട്ടുപാറ പാറക്കമേൽ ബേബി എന്ന് വിളിക്കുന്ന PT തോമസിന്റെ വീട്ടുവളപ്പിലുള്ള വിചിത്ര സ്വഭാവമുള്ള കൈതച്ചക്ക ശ്രദ്ധേയമാകുന്നു. ഒരു റിപ്പോർട്ട്. ഐത്തല മീൻമുട്ടുപാറ പാറക്കമേൽ ബേബി എന്ന് വിളിക്കുന്ന PT തോമസിന്റെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ ചെടിയിൽ ഉണ്ടായ ചക്കയാണ് നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു അലങ്കാരത്തിന് വേണ്ടിയാണ് വീട്ടുകാർ ചെടിച്ചട്ടിയിൽ ഈ ചെടി നട്ടുവളർത്തിയത്. എന്നാൽ ചെടി വളർന്നപ്പോഴാണ് രസം. കണ്ടാൽ കൈതച്ചക്ക പോലെ തോന്നുന്ന ഒരു ഫലം ഇതിലുണ്ടായി. ഈ ഫലം പാകമായാൽ ഭക്ഷ്യയോഗ്യമാണോ എന്നറിയില്ല. എന്തായാലും നാട്ടുകാർക്ക് ഈ ചെടിയും അതിലുണ്ടായ കൈതച്ചക്ക പോലുള്ള ഫലവും ഒരു കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സിറ്റി ന്യൂസ്, റാന്നി. വ്യോമസേനയിൽ അവിവാഹിതരായ പുരുഷന്മാർക്ക് എയർമാൻ തസ്തികയിൽ അപേക്ഷിക്കാം. 2017 ഫെബ്രുവരിയിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് 29-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ മാർഗനിർദ്ദേശങ്ങൾ www.airmanselection.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഓൺലൈൻ അപേക്ഷ മാത്രമേ സ്വീകരിക്കൂ. 1997 ജൂലൈ 7-നും 2000 ഡിസംബർ 20-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. +2 തത്തുല്യ പരീക്ഷയോ സർക്കാർ അംഗീകൃത പോളിടെക്നിക്കിൽ നിന്ന് 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സോ പാസ്സായിരിക്കണം. വിജ്ഞാപനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. പത്തനംതിട്ട ജില്ലയിൽ ABC പദ്ധതി നടപ്പാക്കുന്നതിന് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള NGOകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. വിശദവിവരങ്ങൾ www.isgkerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കാശ്മീരിൽ സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകണമെന്ന മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി. പഠാൻകോട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പാഠം പഠിച്ചിട്ടില്ലെന്നും AK ആന്റണി. സൗമ്യ വധക്കേസിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി ഈ ആഴ്ച തന്നെ നൽകുമെന്ന് മന്ത്രി AK ബാലൻ. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും ആവശ്യപ്പെടുമെന്ന് മന്ത്രി. റാന്നി ഐത്തല മേഖലയിൽ മണ്ണ് കടത്ത് വ്യാപകമാകുന്നു. പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് മണ്ണ് റോഡിൽ ഉപേക്ഷിച്ച് മണ്ണ് മാഫിയ രക്ഷപ്പെട്ടു. അങ്ങാടിപ്പേട്ട ചന്തയുടെ അവസ്ഥ പരമദയനീയം. അധികൃതരുടെ അവഗണന തുടരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.